ഹലോ, നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സുരക്ഷിതരായിട്ടും ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരുപാട് പ്രാവശ്യമായി ഈ സാലഡ് റെസിപ്പീസ് എല്ലാം കൂടെ കൂടിയിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് ഒരുപാട് റിക്വസ്റ്റ് വരുന്നുണ്ട്. കാരണം നമ്മൾ വീക്ക്ലി മെനു പ്ലാൻ്റെ ഒപ്പം ഉൾപ്പെടുത്തിയപ്പോൾ എല്ലാവർക്കും ഒന്നത് അത്ര അങ്ങ് അത് ഫുള്ള് കണ്ടാലല്ലേ കാണാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി റിക്വസ്റ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറച്ച് അധികം വെറൈറ്റി സാലഡ് റെസിപ്പീസുമായിട്ടാണ് നമ്മുടെ വരവ്. ഈ സാലഡ് റെസിപ്പീസ് എല്ലാം തന്നെ മെനു പ്ലാൻ വീഡിയോ 1 and 2 കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കാണാത്തവർ പോയി അതൊന്ന് കണ്ടു നോക്കിക്കോളൂ. നമ്മളിങ്ങനെ ഇതുപോലെ പയർ വർഗ്ഗങ്ങൾ, പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഓൾറെഡി വേവിച്ച് വെക്കാറുണ്ടെന്ന് എന്താ പറയുക, ഒരു ആഴ്ചത്തേലൊക്കെയുള്ള ഒരു മീൽ പ്ലാൻ്റെ മെനുവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പച്ചക്കറികളൊക്കെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ 2 പാർട്ടായിട്ട് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരൊന്ന് പോയി കണ്ടു നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഇതെല്ലാം പ്രിപ്പറേഷൻസ് ചെയ്ത് വെച്ചാൽ നമുക്ക് സാലഡ് ആക്കാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്. നമ്മൾ ആ കൊണ്ടുപോകുന്ന ദിവസം രാവിലെ നമുക്ക് പെട്ടെന്ന് തന്നെ സാലഡ് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താ പറയുക മീൽ കഴിക്കുകയും ചെയ്യാമല്ലോ. അപ്പം നമ്മൾ ആദ്യം തയ്യാറാക്കാൻ പോകുന്നത് ഒരു 3 bean സാലഡാണ്. അങ്ങനെയാണ് ഇതിൻ്റെ പേരിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വെള്ളക്കടല വേവിച്ചത് കുറച്ചെടുക്കുകയാണ്. ബീൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ബീൻസാണ് കേട്ടോ, അല്ലാതെ നമ്മുടെ പച്ച കളറിലുള്ള ബീൻസ് അല്ല. കുറച്ച് ഇവിടെ ഇങ്ങനെ ഈ കറുത്ത കളറിലുള്ള പയർ, വലിയ പയർ വാങ്ങാനായിട്ട് കിട്ടും. ഇവിടെ ബ്ലാക്ക് ബീൻസ് എന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക. എല്ലായിടത്തും അത് കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് നമ്മുടെ രാജ്മ അല്ലെങ്കിൽ കിഡ്നി ബീൻസ് എന്നൊക്കെ പറയില്ലേ, അത് ഇതുപോലെ തന്നെ വേവിച്ച് വെച്ചത്. അപ്പോൾ ഈ 3 കൂടിയിട്ടാണ്, ഇതാണ് 3 മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര പ്രോട്ടീൻ റിച്ച് ആണ്. കിഡ്നി ബീൻസും ബ്ലാക്ക് ബീൻസും ഒക്കെ ഒത്തിരി നല്ലതാണ്, എല്ലാം നല്ലതാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയേഷൻസ് ഒക്കെ നിങ്ങൾക്ക് വരുത്താം കേട്ടോ. അതിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് സവാള പൊടിയാക്കി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് സാലഡുകളിൽ ശരിക്കും പറഞ്ഞാൽ വെള്ള സവാള ചേർക്കാം കേട്ടോ. ഇപ്പം ഞാൻ ഇട്ടത് മാങ്ങയാണ്, കുറച്ച് പഴുത്ത് തുടങ്ങിയ മാങ്ങ അരിഞ്ഞതാണ് കേട്ടോ ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത്. അതിൻ്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ പല കളറിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം സാലഡുകളിൽ ഉപയോഗിക്കുന്ന ഒത്തിരി നല്ലതാണ് കേട്ടോ. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ക്യാപ്സിക്കം അല്ലെങ്കിൽ ബെൽ പെപ്പർ എന്ന് പറയുന്നതിന്. അപ്പോൾ നിങ്ങൾ ഭക്ഷണത്തിൽ അതൊക്കെ കൂടുതൽ ഉൾപ്പെടുത്തിയാൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാണ്. മാംഗോ ഒക്കെ നമ്മുടെ ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇതെല്ലാം എനിക്കിഷ്ടമുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടങ്ങൾക്കനുസരിച്ച് സാധനങ്ങളൊക്കെ മാറ്റാം. ഞാൻ സാധാരണയായിട്ട് സാലഡുകളിൽ ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ആഡ് ചെയ്യാറുള്ളത്. ഇത് കോസ്കോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അത് ആഡ് ചെയ്യുന്നവർക്ക് അത് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സാധാരണ ഉപ്പാണെങ്കിലും മതി. പിന്നെ ഒലിവ് ഓയിൽ ഞാനിവിടെ ഉണ്ടാക്കുന്ന സാലഡുകളിലെല്ലാം ഡ്രസ്സിങ് വളരെ മിനിമലായിട്ടുള്ള ഡ്രസ്സിങ്ങാണ്. ഒരുപാട് ഡ്രസ്സിങ്ങൊന്നും ഉപയോഗിക്കാറില്ല. കുറച്ച് പെപ്പർ പൗഡറാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് ഇപ്പോൾ റാഞ്ചോ അല്ലെങ്കിൽ ബൽസാമിക് വിനെഗർ അങ്ങനെയുള്ള സാലഡ് ഡ്രസ്സിങ്ങിന് ഉപയോഗിക്കുന്നതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അതൊക്കെ ചേർത്ത് നമുക്ക് സാലഡ് കുറച്ചും കൂടെ റിച്ച് ആൻഡ് കുറച്ചും കൂടെ ടേസ്റ്റി ആക്കാൻ പറ്റും. എനിക്ക് പക്ഷേ ഇത് ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമാണ്. എനിക്കങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അപ്പം നമ്മുടെ ആദ്യത്തെ സാലഡ് റെഡിയായി, 3 bean സാലഡ്. അടുത്ത സാലഡ് എന്ന് പറയുന്നത് കടല സാലഡാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ വേവിച്ച കടല ഒന്ന് പാനിലിട്ട് കുറച്ച് മുളക് പൊടി, ഒറിഗാനോ, അതുപോലെ തന്നെ കുറച്ച് ഗാർലിക് പൗഡർ അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുത്തു. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട്. പിന്നെ കുറച്ച് തക്കാളി, അതുപോലെ തന്നെ വെള്ളരിക്ക, നമ്മുടെ സാലഡ് വെള്ളരിക്കയില്ലേ അത്, പിന്നെ സവാള, ഇതെല്ലാം അരിഞ്ഞത് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ കടല വേവിച്ചത് മുളക് പൊടി, ഗാർലിക് പൗഡർ, ഒറിഗാനോ ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തോന്നാറുണ്ട് കേട്ടോ. അല്ലാതെയും ചെയ്യാം. നിങ്ങൾക്ക് ഗാർലിക് പൗഡർ ഒന്നും കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്കതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് നമ്മളെല്ലാത്തിലും തന്നെ ഒലിവ് ഓയിലും പെപ്പർ പൗഡറൊക്കെ ആഡ് ചെയ്യാം. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുക, സാധാരണ എല്ലാ സാലഡുകളിലും ആഡ് ചെയ്യുന്ന സാധനങ്ങളാണ് ഒലിവ് ഓയിലും പെപ്പർ പൗഡറൊക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ ആഡ് ചെയ്യുന്നത് കുറച്ച് നാരങ്ങ നീരാണ് കേട്ടോ. അത് വളരെ കുറച്ച് മതി. എനിക്കങ്ങനെ ഒരുപാട് പുളി വരുന്നത് അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടവും കുറയ്ക്കുകയൊക്കെ ചെയ്യാം.
നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുനിന്നും കേരളത്തിൽ നിന്നും അതുപോലെ തന്നെ കേരളത്തിനല്ലാത്ത സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ചിലപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കില്ല ഞാൻ ഈ സാലഡിൽ ഉപയോഗിക്കുന്നത്. പക്ഷെ നമുക്ക് നമ്മുടെ അടുത്തൊക്കെ അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമ്മൾ ചേർക്കുന്നത് കുറച്ച് ഹണിയാണ് കേട്ടോ. ഈ സാലഡിന് കുറച്ചൊരു മധുരമുള്ളത് ഈ ഹണി ഒഴിക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ് എനിക്കിഷ്ടമാണ്. അപ്പോൾ വളരെ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ള ഒരു 1/4 ടേബിൾ സ്പൂൺ എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന നമ്മുടെ ഉപ്പും ഒലിവ് ഓയിലൊക്കെ ചേർത്തു, അതുപോലെ തന്നെ കുരുമുളക് പൊടി ചേർത്തു. ഇപ്പോൾ കുറച്ച് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ട് നമ്മുടെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കുകയാണ്. എനിക്കിഷ്ടം ഇങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. ക്യാരറ്റ് ഇങ്ങനെ മൊത്തമായിട്ട് കിടക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. മോനും പെട്ടെന്ന് കഴിച്ചോളൂ ഇങ്ങനെ ആവുമ്പോഴേ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാലഡ് റെഡിയായി, കടല സാലഡ്. ഇനി നമ്മുടെ അടുത്ത സാലഡ് എന്ന് പറയുന്നത് കീൻവ സാലഡാണ്. കീൻവ എടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് കഴുകണം കേട്ടോ. ഒരു 5-6 തവണ കഴുകിയാലാണ് അതിൻ്റെ പുറത്തുള്ള ഒരു കോട്ടിങ്, സപ്പോൺ എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ഉണ്ട്, അതാണ് അതിനൊരു കയ്പ്പ് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മളൊരു 5-6 തവണ കഴുകണം. അത് കഴിഞ്ഞിട്ട് ഇരട്ടി വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പിട്ടിട്ട് വേവിക്കുകയാണ് ഞാൻ ചെയ്തത്. ഞാൻ തുറന്ന് വെച്ചിട്ടാണ് കേട്ടോ വേവിക്കാറ്, അല്ലാതെ കുക്കറിലൊന്നുമല്ല. കാരണം കുറച്ച് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് നമ്മൾ എൻ്റെ ലഞ്ച് ബോക്സിലേക്ക് തന്നെയാണ് ഇട്ടത്. അതിനകത്തേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം, പല കളറിലുള്ളത് ചേർക്കാം നമുക്ക് ഇഷ്ടം പോലെ. പിന്നെ കുറച്ച് കടലയാണ്. ഈ സാലഡ് എനിക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത്, കാരണം ഇതിവിടെ ആർക്കും ഇഷ്ടമല്ല. കാരണം ഇത് വളരെ വലിയ ഫ്ലേവർ ഒന്നും ഇല്ലാത്ത സാലഡാണ് കേട്ടോ. എനിക്കിപ്പോൾ നിങ്ങളോട് കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് പക്ഷേ ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്. അങ്ങനെ ടേസ്റ്റ് ഒത്തിരി നോക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ഈ സാലഡ് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. അതിനകത്തേക്ക് ആകെ ഉപ്പും ഒലിവ് ഓയിലും അതുപോലെ തന്നെ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ കീൻവ വെച്ചിട്ട് ഉപ്പുമാവ് അങ്ങനെയൊക്കെ ഉണ്ടാക്കാം കേട്ടോ. കീൻവ ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ ഒത്തിരി പ്രയോജനം ചെയ്യുന്ന, ഡയബറ്റീസ് മാത്രമല്ല ഈവൻ കൊളസ്ട്രോൾ എല്ലാം ഉള്ളവർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ എനിക്കിഷ്ടമായതുകൊണ്ട് എനിക്ക് മാത്രമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇതിവിടെ ആർക്കും വലിയ താല്പര്യമില്ല. ഇനി നമ്മുടെ അടുത്ത സാലഡ് ബ്ലാക്ക് ബീൻ സാലഡാണ്. അപ്പോൾ നാട്ടിൽ ബ്ലാക്ക് ബീൻസ് കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വൻപയർ ഇല്ലേ, നമ്മുടെ വൻപയർ വെച്ചിട്ട് ചെയ്യാം. ഏകദേശം അതിനോടടുത്തൊക്കെ നിൽക്കുന്ന ഒരു ബീൻസ് എന്ന് പറയാം കേട്ടോ, ബ്ലാക്ക് ബീൻസ്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമായിരിക്കും, നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. പിന്നെ അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബ്ലാക്ക് ബീൻസ് നമ്മുടെ ലഞ്ച് ബോക്സിനകത്തേക്ക് ചേർത്തു. കുറച്ച് കോണാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. ക്യാനിലിവിടെ കോൺസ് വാങ്ങാനായിട്ട് കിട്ടും, അതാണ് എടുത്തത് കേട്ടോ. ഫ്രഷ് കോണൊക്കെ എടുക്കാം. പിന്നെ നമ്മൾ പതിവ് പോലെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓറഞ്ച്, ചുവപ്പ്, മഞ്ഞ കളറിലുള്ള ക്യാപ്സിക്കം. എൻ്റെ എല്ലാ സാലഡിലും നിങ്ങൾ കാണുന്ന ഒരു കാര്യമാണത്. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള. ഒരുപാട് പേര് സാലഡിലേക്കൊക്കെ ശരിക്കും വെള്ള സവാള ഉപയോഗിക്കുന്ന കാണാറുണ്ട്, കാരണം അതിന് ഈ സവാളയുടെ അത്ര കുത്തുണ്ടാവില്ല. പക്ഷേ എനിക്ക് എന്തുകൊണ്ടോ നമ്മുടെ ഈ സവാള ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സാലഡിലെല്ലാം ഈ സവാളയാണ് കേട്ടോ ചേർക്കാറ്. അപ്പോൾ അത് അരിഞ്ഞതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. പിന്നെ നമുക്ക് കോണൊന്നും നാട്ടിൽ കിട്ടാനില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള പേരക്കയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് സാലഡുകളിലേക്ക് ചേർക്കാം. ഇന്നതേ ചേർക്കാവുള്ളൊന്നുമില്ല. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചേർക്കുന്നത് ചെറി ടൊമാറ്റോസാണ്. സാധാരണ ടൊമാറ്റോസും ചേർക്കാം കേട്ടോ, പക്ഷേ ചെറി ടൊമാറ്റോസിൽ കുറച്ചും കൂടെ ന്യൂട്രിയൻസ് കൂടുതലാണ്, വൈറ്റമിൻസും അതുപോലെ തന്നെ ലൈക്കോപ്പീൻ എന്ന് പറയുന്ന കണ്ടൻറ്റൊക്കെ ഈ ചെറി ടൊമാറ്റോസിൽ കൂടുതലാണ്. അപ്പോൾ ഫ്രീ റാഡിക്കൽസിനെതിരെയൊക്കെ ഫൈറ്റ് ചെയ്യാനായിട്ട് ഒത്തിരി നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രേപ്പ് ടൊമാറ്റോസ് അല്ലെങ്കിൽ ചെറി ടൊമാറ്റോസ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് സാലഡിൽ ചേർക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്, സാധാരണ ടൊമാറ്റോ വെച്ച് ചേർക്കുന്നതിനേക്കാളും. പിന്നെ നമ്മളിപ്പോൾ ലൈം ജ്യൂസാണ് ഒഴിക്കുന്നത്. ചില സാലഡുകൾക്ക് ഞാൻ ലൈം ജ്യൂസാണ് ഒഴിക്കാറ്, ചിലതിന് ലെമണാണ്. അപ്പോൾ ഈ പച്ച നാരങ്ങയുടെയും പഴുത്ത നാരങ്ങയുടെയും ടേസ്റ്റ് തമ്മിൽ കുറച്ചൊരു വ്യത്യാസമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും നിങ്ങൾ തനിയെ സെപ്പറേറ്റ് എടുത്തൊന്ന് കുടിച്ച് നോക്കൂ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മളിതിനകത്തേക്ക് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പതിവ് പോലെ ഒലിവ് ഓയിലും ഉപ്പും എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ഞാനൊരു നമ്മുടെ ഒരു നാടൻ ട്വിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ട്വിസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ചേർത്തത് പംകിൻ സീഡ്സാണ്, മത്തങ്ങയുടെ കുരുവില്ലേ, അതിവിടെ വാങ്ങാനായിട്ട് കിട്ടും.
നിങ്ങൾക്ക് നാട്ടിൽ അങ്ങനെ എന്തെങ്കിലും സീഡുകളൊക്കെ ഇപ്പോൾ എന്താ പറയുക സൂര്യകാന്തി സൺഫ്ലവർ സീഡ്സ് വാങ്ങാനായിട്ട് കിട്ടും, പംകിൻ സീഡ്സ് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിട്ടുള്ള സീഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമുക്ക് ചേർക്കാം. അപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ടാവുക നമ്മുടെ എള്ളൊക്കെ അവൈലബിൾ അല്ല. അപ്പോൾ നിങ്ങൾക്ക് എള്ളൊക്കെ ചേർക്കാം കേട്ടോ. വെളുത്ത എള്ളോ കറുത്ത എള്ളോ ഒക്കെ ചേർക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക് എള്ള് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇപ്പോൾ ചേർക്കുന്ന കുറച്ച് എന്താ പറയുക ജീരകം വറുത്ത് പൊടിച്ച് വെച്ചതിൻ്റെ ഒരു നുള്ളാണ് കേട്ടോ ചേർത്തുള്ളൂ. പിന്നെ നമുക്കൊരു എന്താ പറയുക ഈ സാലഡിനകത്തേക്ക് നമ്മുടെ മുളക് പൊടിയൊക്കെ ചേർക്കുമ്പോൾ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ടേസ്റ്റ്, ഒരു സ്വാദ് തോന്നാറുണ്ട്. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി ചേർക്കാം. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ബീൻ സാലഡ് റെഡി ആയിട്ടോ. അടുത്ത സാലഡ് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള മുളപ്പിച്ച ചെറുപയറിൻ്റെ സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറുപയർ നന്നായിട്ട് ഒരു 3-4 തവണ കഴുകി വെള്ളത്തിൽ കുതിർത്ത് അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു തുണിയിൽ കെട്ടി വെച്ചാൽ ഇതുപോലെ നല്ല മുള വരും. ഇടയ്ക്ക് നമ്മൾ തുണി ഡ്രൈ ആയി പോവുകയാണെങ്കിൽ നമ്മൾ വെള്ളം തളിച്ചു കൊടുക്കണം കേട്ടോ. കണ്ടോ നല്ലോണം മുളയൊക്കെ വന്നു. അപ്പോൾ നമ്മുടെ സാലഡ് ഉണ്ടാക്കാൻ റെഡിയായി. അപ്പോൾ ഈ സാലഡിന് വേണ്ടിയിട്ട് ഇതിങ്ങനെ തന്നെ കഴിക്കുകയാണ് ഏറ്റവും ഹെൽത്തി. പക്ഷെ എനിക്കത് അത്ര അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 2 മിനിറ്റ് ഒന്ന് ആവി കയറ്റുന്നുണ്ട്. അപ്പോൾ ആവി കയറ്റാനുള്ള പാത്രത്തിൽ വെച്ചിട്ട് ഒരു 2 മിനിറ്റ്, അതിൽ കൂടുതലാവാൻ പാടില്ല കേട്ടോ. കാരണം ഇത് എന്താ പറയുക മൊത്തം അങ്ങ് വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം പോവും, അതിൻ്റെ ന്യൂട്രീഷനും ഫുള്ള് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 മിനിറ്റ് നിങ്ങൾ നോക്കിയിരിക്കണം. ഒന്ന് ആ കടിക്കുന്ന പാകത്തിൽ നിന്ന് മാറിപ്പോകാൻ പാടില്ല. ഇതിങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ. എനിക്കിത് ഇങ്ങനെയാണ് ഇഷ്ടമെന്ന് മാത്രം. അപ്പോൾ നമ്മളത് നമ്മുടെ സാലഡ് ഉണ്ടാക്കുന്ന ബൗളിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നമ്മളത് ബൗളിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് പിന്നെ സവാള ചെറുതാക്കി അരിഞ്ഞതും തക്കാളി ചെറുതാക്കി അരിഞ്ഞതുമാണ് ചേർക്കുന്നത്. ഈ തക്കാളി ചേർക്കുമ്പോൾ ഒരുപാട് വെള്ളമയം ഇല്ലാതെ ചേർക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഞാനിത് ഉച്ചയ്ക്കാണ് കഴിക്കുക. അപ്പോൾ ഇതിങ്ങനെ ഒരു ക്രഞ്ചി ആയിട്ടുള്ള സാലഡാണ്, അതായത് കടിക്കാൻ കിട്ടണം ശരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്തേക്ക് നാരങ്ങ നീരോ ഒലിവ് ഓയിലോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കുന്നില്ല. ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കേണ്ട ഒരു സാലഡാണ്. അപ്പോൾ അതിനകത്തേക്ക് ഇപ്പോൾ ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതാണ് ചേർക്കുന്നത്. അതൊക്കെ നമുക്ക് എല്ലാ കളറും ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ശരിക്കും പറഞ്ഞാൽ ഓരോ കളറിനും ഓരോ ന്യൂട്രീഷൻ വാല്യൂ ആണ്. ഇപ്പോൾ ചേർക്കാം നമ്മുടെ സാധാരണ കപ്പലണ്ടിയില്ലേ, അതിങ്ങനെ വറുത്തത് വാങ്ങാനായിട്ട് കിട്ടും, അത് ചേർക്കാം. അപ്പോൾ നാട്ടിലുള്ളവർക്ക് പിന്നെ ചേർക്കുന്ന സൺഫ്ലവർ സീഡാണ് കേട്ടോ. അപ്പോൾ നാട്ടിലുള്ളവർക്ക് ചിലപ്പോൾ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ നാട്ടിലൊക്കെ ഉള്ളവർക്ക് നമുക്ക് പിസ്തയോ ബദാമോ കാഷ്യൂനട്ടോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. കപ്പലണ്ടിയൊക്കെ എന്തായാലും കിട്ടുമല്ലോ, കപ്പലണ്ടി ചേർക്കാം, വളരെ നല്ലതാണ്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ കുരുമുളക് പൊടി, അതുപോലെ ഹിമാലയൻ സോൾട്ട്, പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കുന്നുണ്ട്, മുളക് പൊടിയും. പിന്നെ ഇപ്പം ചേർക്കുന്നത് എന്താണെന്നോ, ചാറ്റ് മസാലയാണ് കേട്ടോ. ഈ സാലഡിന് ഞാനിങ്ങനെ ചാറ്റ് മസാല ചേർത്തപ്പോൾ നന്നായിട്ട് തോന്നി. അങ്ങനെ ഞാനിങ്ങനെ പരീക്ഷണങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു ഇന്ത്യൻ ടേസ്റ്റ് കൊണ്ടുവന്നിട്ടാണ് എനിക്ക് എല്ലാത്തിലും, എനിക്കല്ല നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ ടേസ്റ്റ്. അപ്പോൾ എനിക്ക് നാടനും ഇന്ത്യനൊക്കെയാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ സാലഡുകളിൽ ഞാൻ അങ്ങനെ ഒരു ട്വിസ്റ്റ് എപ്പോഴും കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അത് എല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൈ പ്രോട്ടീൻ സാലഡ് റെഡി ആയിട്ടോ. നാരങ്ങാനീരോ ഒലിവ് ഓയിലോ ഒന്നുമില്ല. ഇനി എൻ്റെ ഫേവറേറ്റ് നോൺ വെജ് സാലഡ് ചിക്കൻ സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ്റെ ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ലെഗ്സോ അല്ലെങ്കിൽ ബ്രസ്റ്റോ ഒക്കെ എടുക്കാം. മാരിനേഷൻ ഭയങ്കര സിമ്പിളാണ്. അതിനകത്തേക്ക് കുറച്ച് തൈര്, അതുപോലെ ഞാൻ തന്തൂരി മസാല വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. പാക്കറ്റിൽ വാങ്ങാൻ കിട്ടുന്ന തന്തൂരി മസാല, ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി, പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി, കുറച്ച് ചാറ്റ് മസാല, ഉപ്പ്, തൈര്, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഒരു അയണിൻ്റെ എന്താ പറയുക പാനിലിട്ടിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് എന്താ പറയുക പാൻ ഗ്രില്ലൊക്കെ ചെയ്തെടുക്കുക എന്ന് പറയില്ലേ, ഇതുപോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു ഡ്രസ്സിങ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഗ്രീക്ക് യോഗട്ടാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ ഹെൽത്തിയാണ്, അതുകൊണ്ടാണ് ഗ്രീക്ക് യോഗട്ട് എടുത്തത്. നല്ല പ്രോട്ടീൻ റിച്ച് ആണ്. അതിനകത്തേക്ക് കുറച്ച് നാരങ്ങാനീരാണ് ഒഴിക്കുന്നത് കേട്ടോ, അതായത് ലെമൺ ജ്യൂസ് ഒഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പുളിക്ക് ആവശ്യമായിട്ടുള്ളത് ഒഴിക്കാം നമുക്ക്. അതുപോലെ തന്നെ ഈ ഡ്രസ്സിങ്ങിൽ നിങ്ങൾക്കിപ്പോൾ ഗ്രീക്ക് യോഗട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെടുക്കണമെന്നില്ല. നമ്മുടെ സാധാരണ തൈര്, ഒരുപാട് പുളിയല്ലാത്ത തൈര് എടുക്കുന്നതാണ് ഇതിന് നല്ലത്. പിന്നെ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഗ്രീക്ക് യോഗട്ടും അതുപോലെ തന്നെ ലെമൺ ജ്യൂസും പിന്നെ ഒലിവ് ഓയിലും കൂടെ കൂടിയിട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് പൊടികളൊക്കെ ചേർക്കാം. നമുക്കിഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം കേട്ടോ. ഞാനിതിനകത്ത് ചേർക്കുന്നത് കുരുമുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ചാറ്റ് മസാല ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുളക് പൊടിയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെങ്കിൽ ചേർക്കാം. പക്ഷേ ഇത് തന്നെ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു.
അപ്പോൾ നിങ്ങൾ ഈ ഡ്രസ്സിങ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡ്രസ്സിങ്ങും ആണ്, നമ്മളുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള സാലഡും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് റെഡിയായി. നമുക്ക് പച്ചക്കറികളിൽ ഞാൻ ഈ ചിക്കൻ സാലഡ് ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് എടുക്കാറുള്ളത് റാഡിഷാണ്. അതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കുറച്ച് വെള്ളരിക്ക, പിന്നെ നമ്മുടെ ക്യാരറ്റ്, സവാള, ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ചേർക്കാം. പക്ഷേ ഇതാണ് എനിക്ക് കൂടുതൽ യോജിക്കുന്നതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഇനി എല്ലാം കൂടെ കൂടിയിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് ഇങ്ങനെ ഇതുപോലെ എന്താ പറയുക അരിഞ്ഞെടുത്തു. പച്ചക്കറികളും ചിക്കനും നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ഒഴിക്കുക. അത്രയേ ഉള്ളൂ. നല്ല അടിപൊളി സാലഡാണ്. കുറച്ച് പേര് ഉണ്ടാക്കിയിട്ട് അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നന്നായി എന്ന് പറഞ്ഞിട്ട്. പിന്നെ നമുക്ക് ടോപ്പിങ്സ് ആയിട്ട് അല്ലെങ്കിൽ ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർക്കാം. ഞാനിവിടെ കപ്പലിൻ്റെയാണ് ചേർത്തത്. നിങ്ങൾക്കിപ്പോൾ കപ്പലിൻ്റെ ചേർക്കാം, കാഷ്നട്ട് ചേർക്കാം, ബദാം ചേർക്കാം, അങ്ങനെ പിസ്ത എന്ത് വേണമെങ്കിലും ചേർക്കാം ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ കപ്പലിൻ്റെ നന്നായിട്ട് യോജിച്ച് പോകുന്ന പോലെ തോന്നാറുണ്ട്. അതുപോലെ എനിക്കിങ്ങനെ സാലഡിൽ ഇങ്ങനെ കടിക്കാൻ കിട്ടുന്നത് ഇഷ്ടമാണ്. അത് നമ്മളിങ്ങനെ വാങ്ങുന്ന സാലഡിലാണെങ്കിലൊക്കെ ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ, ക്രൂട്ടൻസ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടുന്ന സാലഡുകളിലൊക്കെ കാണാറില്ല. അതുപോലെ എനിക്കിഷ്ടമാണ് അങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്നത്. പിന്നെ അടുത്ത സാലഡ് എന്ന് പറയുന്നത് ഇതും ഒരു എന്താ പറയുക 3 ബീൻ സാലഡാണ്. അപ്പോൾ നമ്മുടെ കിഡ്നി ബീൻസ് വേവിച്ചത് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ വെള്ളക്കടല, അതും പിന്നെ നമ്മുടെ ബ്ലാക്ക് ബീൻസും കൂടെ ചേർന്നിട്ടാണ് ഇത്തവണത്തെ 3 ബീൻ സാലഡ്. നമ്മൾ ആദ്യം കാണിച്ച 3 ബീൻ സാലഡ് പോലെ തന്നെയാണ്. ഇൻഗ്രീഡിയൻസിൻ്റെ കാര്യത്തിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് കോൺ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ സാലഡിലൊക്കെ ചേർക്കുന്ന സവാള, തക്കാളി, ഇതെല്ലാം അരിഞ്ഞത് നമുക്ക് ചേർക്കാം. പിന്നെ നമുക്ക് പച്ചക്കറികൾ ഏത് വേണമെങ്കിലും ചേർക്കാം. പല കളറിലുള്ള ക്യാപ്സിക്കം ഒക്കെ ചേർക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാനിവിടെ സവാളയും തക്കാളിയും പിന്നെ കുറച്ച് കോൺ ചേർത്തു. പിന്നെ നമ്മൾ വേറൊന്നും പ്രത്യേകിച്ച് ചേർക്കുന്നില്ല. എന്താ പറയണേ, ഉപ്പ്, ഒലിവ് ഓയിൽ, പിന്നെ പെപ്പർ പൗഡറൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഈ സാലഡ്. ഭയങ്കര ഈസിയാണ്. നമ്മൾ എന്താ പറയുക പയറുകളൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയാൽ തന്നെ നമുക്ക് പല രീതിയിലുള്ള സാലഡാക്കി മാറ്റാനായിട്ട് പറ്റും. പിന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള പൊടികളൊക്കെ ചേർക്കാം. ഒറിഗാനോയോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സാലഡിലേക്ക് വരികയാണ്. ലാസ്റ്റ് സാലഡ് വെള്ളക്കടല വെച്ചിട്ടുള്ളൊരു സാലഡാണ്. അപ്പോൾ വെള്ളക്കടല നമ്മൾ വേവിച്ചത് പാത്രത്തിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനകത്തേക്ക് നമ്മൾ ആപ്പിൾ അരിഞ്ഞ് വെച്ചതാണ് ചേർക്കുന്നത്. അപ്പോൾ ആപ്പിൾ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും സീസണൽ ഫ്രൂട്ട്സ് ഉപയോഗിച്ചാൽ മതി. ഒരുപാട് ഇങ്ങനെ വെള്ളമയം ഇല്ലാത്ത ഫ്രൂട്ട്സ് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ ഇപ്പോൾ ചേർക്കുന്നത് എഡമമേ സീഡ്സ് എന്ന് പറഞ്ഞിട്ട് വാങ്ങാനായിട്ട് കിട്ടും ഇവിടെയൊക്കെ. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഇത് കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഇല്ലാത്തവർ ഗ്രീൻ പീസ് എടുത്താൽ മതി, വേവിച്ച ഗ്രീൻ പീസ് എടുത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഹിമാലയൻ പിങ്ക് സോൾട്ടും പെപ്പർ പൗഡറുമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കുന്ന ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ആപ്പിൾ സൈഡർ വിനെഗർ ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുത്തത് നമ്മുടെ ഒലിവ് ഓയിലാണ്. എല്ലാ സാലഡിലും ഞാൻ ഒലിവ് ഓയിൽ ചേർക്കാറുണ്ട്. ഇതുപോലെ ആപ്പിൾ സൈഡർ വിനെഗർ ചേർത്ത് കൊടുക്കുന്നത് ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഒരു പുളിയും ഒക്കെയുള്ള ഒരു ടേസ്റ്റാണ്. ടേസ്റ്റ് ചെയ്തിട്ടുള്ളവർക്ക് അറിയായിരിക്കും. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഇതില്ലാന്നുണ്ടെങ്കിൽ ബൽസാമിക് വിനെഗറൊക്കെ ചേർക്കാം കേട്ടോ. പിന്നെ കുറച്ചൊരു ഹണി, ഒരുപാട് ഞാൻ ഉപയോഗിക്കാറില്ല, കാരണം വെറുതെ കലോറി കൂട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ലാസ്റ്റ് സാലഡ് റെഡിയായി. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്, ഈ സാലഡുകളെല്ലാം കൂടെ കൂടിയിട്ട് ഒരു വീഡിയോയിൽ കാണിക്കണം എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം തന്നെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് റെസിപ്പീസാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബായ്. എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ.